ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തേക്കിക്കൊണ്ട് രാജ്യം അതിവേഗം മുന്നേറുകയാണ്. പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്ത് നിരവധി ആയുധങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുകയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ പ്രചാരം ഏറുകയാണ്. ഇത് ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ സാമ്പത്തിക ആയുധശക്തിയാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ പുരോഗതിയിൽ വലിയ സംഭാവനകൾ വഹിച്ച പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഗവേഷണ വികസന വിഭാഗമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO. അഗ്നി മിസൈൽ, പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ്, ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയുൾപ്പെടെ നിരവധി തന്ത്രപ്രധാനമായ പ്രതിരോധ സംവിധാനങ്ങൾ DRDOയുടെ കീഴിൽ നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം 2024 വാർത്തകളിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ മുഖമുദ്രകളാണ്. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആവശ്യമായ പ്രതിരോധ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്ന ഒരു പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രമാണ് ഇപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. എയറോനോട്ടിക്സ്, ആയുധങ്ങൾ, ഇലക്ട്രോണിക്സ്, ലാൻഡ് കോമ്പാക്ട് എഞ്ചിനീയറിംഗ്, ലൈഫ് സയൻസസ്, മെറ്റീരിയലുകൾ, മിസൈലുകൾ, നാവിക സംവിധാനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായി DRDOയ്ക്ക് കീഴിൽ നിരവധി ലബോറട്ടറികളും ഉണ്ട്. 52 ലബോറട്ടറികളും 5000-ഓളം ശാസ്ത്രജ്ഞരുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലുതും വൈവിധ്യമാർന്നതുമായ ഗവേഷണ സ്ഥാപനമായി DRDO ഇന്ന് മാറിയിരിക്കുകയാണ്. പ്രതിരോധ സംവിധാനങ്ങളിലും അതിനായുള്ള സാങ്കേതിക വിദ്യകളിലും രാജ്യം സ്വയംപര്യാപ്തത കൈവരിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചതിനൊപ്പം പ്രതിരോധ മേഖലയിലെ കയറ്റുമതിയിലും വലിയ സംഭാവന നൽകിയിട്ടുണ്ട് DRDO. മിസൈൽ സംവിധാനങ്ങൾ, റഡാറുകൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, UAVകൾ, കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഇന്ത്യ മറ്റു രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഉഗ്രശേഷിയുള്ള പിനാക്ക റോക്കറ്റുകൾ അർമേനിയയിലേക്ക് കയറ്റുമതി ആരംഭിച്ചത് ഇതിന് ഉദാഹരണമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഉണ്ടായേക്കാവുന്ന ഭീഷണികളെ ചെറുത്തു നിൽക്കാനുള്ള പ്രതിരോധ നടപടികളിലും DRDO ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. DRDOയുടെ പ്രവർത്തനം ഇന്ത്യൻ സായുധ സേനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. രാജ്യസുരക്ഷയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന DRDO ഈ വർഷം വികസിപ്പിച്ച പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ന്യൂ ജനറേഷൻ ആകാശ് മിസൈലാണ്. 2024 ജനുവരി 12-നാണ് ന്യൂ ജനറേഷൻ ആകാശ് മിസൈലിന്റെ പരീക്ഷണ പറക്കൽ നടത്തിയത്. 80 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന് ആളിലെ വിമാനങ്ങളുടെ സ്ഥാനം തിരിച്ചറിഞ്ഞ് തകർക്കാൻ ശേഷിയുണ്ട്. റഡാർ ഉപയോഗിച്ചാണ് ഇത് തിരിച്ചറിയാൻ ആകുക. ആകാശ് താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന മിസൈലായതിനാൽ തന്നെ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ റഡാറിൽ ദൃശ്യമാകുകയുമില്ല. അടുത്തതായി അഭ്യാസ് അഥവാ ഹൈസ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ്. രാജ്യത്തെ വ്യോമ പ്രതിരോധത്തിന് കരുത്തേക്കാനായി വികസിപ്പിച്ച പൈലറ്റില്ലാത്ത വിമാനമാണ് അഭ്യാസ്. 2024 ജനുവരി 30-നും ഫെബ്രുവരി 2-നും ഇടയിലാണ് DRDO അഭ്യാസിന്റെ പരീക്ഷണ പറക്കലുകൾ വിജയകരമായി പൂർത്തിയാക്കിയത്. DRDOയുടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അഭ്യാസിന് പിന്നിൽ. ഓട്ടോ പൈലറ്റിന്റെ സഹായത്തോടെ സ്വയമേവ പറക്കുന്നതിന് ലാപ്ടോപ്പ് അധിഷ്ഠിത ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം, പ്രീ ഫ്ലൈറ്റ് ചെക്കുകൾ, പോസ്റ്റ് ഫ്ലൈറ്റ് വിശകലനത്തിനായി ഡേറ്റ റെക്കോർഡിംഗ് സംവിധാനം എന്നിവയുള്ള പ്രതിരോധ സംവിധാനമാണ് അഭ്യാസ്. റഡാർ ക്രോസ് സെക്ഷൻ, ഇൻഫ്രാറെഡ് ഓഗ്മെന്റേഷൻ സംവിധാനങ്ങളും ഇതിലുണ്ട്. സൈനിക പരിശീലനത്തിനും വ്യോമഭീഷണികളെ വെടിവെച്ച് പ്രതിരോധിക്കുന്നതിനുമുള്ള കഴിവുകൾ പരിശീലിപ്പിക്കുന്നതിന് ഡമ്മിയായും അഭ്യാസിനെ ഉപയോഗിക്കാം. ചെലവ് തീരെ കുറഞ്ഞ പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ അഭ്യാസിന് മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി സാധ്യതകളുമുണ്ട്. അടുത്തതായി ആകാശ് തീർ സിസ്റ്റമാണ്. റോക്കറ്റ് ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വ്യോമാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി DRDO ഇന്ത്യൻ വായുസേനയ്ക്ക് നൽകിയ സംഭാവനയാണ് ആകാശ് തീർ. ഈ സംവിധാനം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ആകാശ് തീർ. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന മിസൈലുകളെയും ശത്രു രാജ്യത്തിന്റെ വിമാനങ്ങളെയും ട്രാക്ക് ചെയ്ത് കണ്ടെത്തുന്നതിനായി ആകാശ് തീർ സംവിധാനം നിർണായകമായിരിക്കും. 2024 മാർച്ചിലാണ് BEL സൈന്യത്തിന് ആദ്യത്തെ ആകാശ് തീർ സിസ്റ്റം എത്തിച്ചത്. പിന്നീട് സെപ്റ്റംബർ അവസാനത്തോടെ 100 യൂണിറ്റുകൾ കൈമാറി. റഡാർ സെൻസറുകൾ, ആശയവിനിമയ സൗകര്യങ്ങൾ എന്നിങ്ങനെ നിരവധി സജ്ജീകരണങ്ങൾ ആകാശ് തീർ സംവിധാനത്തിൽ ഉണ്ട്. അടുത്തതായി അഗ്നി 5 മിസൈലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ പ്രഹരശേഷിയുള്ള മിസൈലാണ് അഗ്നി 5. 2024 മാർച്ചിലാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുന്നത്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് അഗ്നി 5. ഒരു മിസൈലിൽ തന്നെ ഒന്നിലധികം യുദ്ധമുനകൾ വഹിച്ചുകൊണ്ട് അവയെ വിവിധയിടങ്ങളിലേക്ക് തൊടുത്തുവിടാൻ ശേഷിയുള്ളതാക്കുന്ന സാങ്കേതിക വിദ്യയാണ് MIRV. ഒരേ സമയം ഒന്നിലധികം ദിശകളിലേക്ക്
ഓരോ മിസൈലിൽ നിന്ന് തന്നെ യുദ്ധമുനകൾ ശത്രുക്കളെ ലക്ഷ്യമാക്കി തൊടുത്തുവിടുന്നതിനാൽ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് ഇത് വലിയൊരു നേട്ടമായിരുന്നു. അടുത്തതായി അഗ്നി പ്രൈം ബാലിസ്റ്റിക് മിസൈലാണ്. 2024 ഏപ്രിൽ 24-നാണ് ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പ്രൈം രാജ്യത്ത് വിജയകരമായി പരീക്ഷിക്കുന്നത്. DRDOയും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡും ചേർന്നാണ് പരീക്ഷണം നടത്തിയത്. അഗ്നി മിസൈൽ വിഭാഗത്തിൽ ആണവശേഷിയുള്ള ന്യൂ ജനറേഷൻ വകഭേദമാണ് അഗ്നി പ്രൈം. 1000 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള മിസൈലാണ് ഇത്. ഈ മിസൈലിന് അഗ്നി സീരീസിലെ മറ്റു മിസൈലുകളെക്കാൾ ഭാരം കുറവാണ്. പുതിയ പ്രൊഫഷണൽ സംവിധാനമായി വരുന്ന അഗ്നി പ്രൈമിന് അഗ്നി 3 മിസൈലിന്റെ പകുതി ഭാരമേ ഉള്ളൂ. റോഡ് മാർഗമോ റെയിൽ മാർഗമോ മിസൈലിന്റെ ഭാഗങ്ങൾ എത്തിക്കാനും വളരെ എളുപ്പമാണ്. അടുത്തതായി രുദ്രം 2 മിസൈലാണ്. ശത്രുക്കളുടെ നിരീക്ഷണ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം 2. എയർ ടു സർഫീസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലായ രുദ്രം 2 ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് Su-30 MKI യുദ്ധവിമാനത്തിൽ 2024 മെയ് 30-നാണ് പരീക്ഷണം നടത്തിയത്. DRDO വികസിപ്പിച്ചെടുത്ത നിരവധി അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ മിസൈൽ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി INS അരിഖാത്ത് ആണ്. ആണവ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്തെ വെളിവാക്കുന്ന രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഖാത്ത്. 2024 ഓഗസ്റ്റ് 31-നാണ് INS അരിഖാത്ത് നാവികസേനയുടെ ഭാഗമായത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ INS അരിഹന്തിനേക്കാൾ മികച്ച ശേഷിയുള്ള അരിഖാത്തിന് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാനും ശേഷിയുണ്ട്. 6000 ടൺ ഭാരമുള്ള മിസൈൽ അന്തർവാഹിനിക്ക് 12K-15 സാഗരിക അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈലുകൾ വരെ വയ്ക്കാൻ കഴിയും. അതിനൂതന സാങ്കേതിക വിദ്യയും എഞ്ചിനീയറിംഗ് രീതികളും ഉപയോഗിച്ചാണ് അരിഖാത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉപരിതലത്തിൽ പരമാവധി 12 മുതൽ 15 നോട്ട് മണിക്കൂറിൽ, അതായത് 22 മുതൽ 28 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനും വെള്ളത്തിനടിയിൽ 24 നോട്ട് അഥവാ മണിക്കൂറിൽ 44 കിലോമീറ്റർ വരെയും വേഗത കൈവരിക്കാൻ കഴിയും. അടുത്തതായി ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ്. 2024 നവംബർ 12-നാണ് DRDO ആദ്യ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. മൊബൈൽ ആർട്ടിക്കുലേറ്റർ ലോഞ്ചർ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം. റഡാർ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം, മിസൈലിന്റെ ഫ്ലൈറ്റ് പാതയിൽ വിന്യസിച്ചിരിക്കുന്ന സെലിമെട്രി ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സെൻസറുകളുടെ ഒരു ശ്രേണി തന്നെ മിസൈലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിപുലമായ ഏവിയോണിക്സും സോഫ്റ്റ്വെയറും ഉപയോഗിച്ചാണ് LRLCM രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചർ ഉപയോഗിച്ച് മൊബൈൽ ഗ്രൗണ്ട് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സാർവത്രിക ലംബ വിക്ഷേപണ മൊഡ്യൂൾ സംവിധാനം വഴി ഫ്രണ്ട് ലൈൻ കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാനാവും വിധമാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഹൈപ്പർസോണിക് മിസൈലാണ്. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ഹൈപ്പർസോണിക് മിസൈൽ. DRDOയുടെ മേൽനോട്ടത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലിൽ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാങ്കേതികവിദ്യ മിസൈലിൽ ഉപയോഗിക്കുന്ന 4ാമത്തെ മാത്രം രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി. ഇന്ത്യയുടെ വ്യോമയാന, പ്രതിരോധ, ബഹിരാകാശ മേഖലകളിൽ വൻ നേട്ടം കൈവരിക്കാൻ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയ്ക്ക് സാധിക്കും. ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗതയുള്ളതാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. മികച്ച റേഞ്ചും കാര്യക്ഷമതയും ലഭിക്കുന്നതിനാൽ തന്നെ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇവയെ ചെറുക്കാനാവില്ല. 1500 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് യുദ്ധമുനകൾ വഹിക്കാൻ സാധിക്കുന്നതാണ് ഈ മിസൈലുകൾ. 2024 നവംബർ 16-നാണ് DRDO ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണ പറക്കൽ നടത്തിയത്. അടുത്തതായി പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ്. ശത്രുക്കളെ അതിശക്തമായി ആക്രമിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റുകൾ അർമേനിയയിലേക്ക് കയറ്റുമതി ആരംഭിച്ചത് 2024 നവംബറിലാണ്. അർമേനിയയ്ക്ക് പുറമെ മറ്റു പല രാജ്യങ്ങളും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക്ക റോക്കറ്റുകൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. DRDOയുടെ ആയുധ ഗവേഷണ വികസന സ്ഥാപനമായ ARDE വികസിപ്പിച്ചെടുത്ത മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക്ക. 44 സെക്കൻഡിനുള്ളിൽ 12 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ആയുധ സംവിധാനമാണ് പിനാക്ക. 75 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള പിനാക്ക സ്വയമേധ പ്രവർത്തിക്കാനും ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലോഞ്ചർ കമ്പ്യൂട്ടറുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കാനും സാധിക്കും. 18 ലോഞ്ചറുകളുള്ള പിനാക്ക മൾട്ടി ബാരൽ ലോഞ്ചർ 75 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ വരെ ചുട്ടു ചാമ്പലാക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉഗ്രശേഷിയുള്ള പിനാക്ക റോക്കറ്റുകൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. 1986-ൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും 1992-ഓടെയാണ് പിനാക്കയുടെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയത്. പിന്നീട് 1999-ലെ കാർഗിൽ യുദ്ധത്തിലാണ് പിനാക്ക ആദ്യമായി ഉപയോഗിക്കുന്നത്. 2007-ലാണ് ഉൽപാദനം വർദ്ധിപ്പിച്ചത്. പിന്നീട് കാലക്രമേണ പിനാക്ക റോക്കറ്റുകളിലും അതിന്റെ സാങ്കേതിക വിദ്യയിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ട്രജക്ടറി കറക്ഷൻ സിസ്റ്റം ഇതിന് ഉദാഹരണമാണ്. അടുത്തതായി ഗ്രീൻ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത്. 100 മുതൽ 500 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾക്കായി
പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഐബൂസ്റ്റർ സംവിധാനമാണ് ഗ്രീൻ പ്രൊപ്പൽഷൻ സിസ്റ്റം. 2024 ഡിസംബർ 11 ഇത് DRDOയ്ക്ക് കൈമാറുന്നത്. ബഹിരാകാശ പേടകങ്ങളിലും മറ്റ് വിക്ഷേപണ വാഹനങ്ങളിലും വിക്ഷേപണ സമയങ്ങളിൽ കെമിക്കൽ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ് ഗ്രീൻ പ്രൊപ്പൽഷൻ സംവിധാനം. വിഷരഹിതവും പരിസ്ഥിതി സൗഹൃദവുമായ പ്രൊപ്പല്ലന്റുകൾ ഉപയോഗിച്ചുള്ള ഈ സംവിധാനം വഴി വിക്ഷേപണ സമയത്തുള്ള പരിസ്ഥിതികാഘാതം കുറയ്ക്കാനാകും. കെമിക്കൽ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ അപേക്ഷിച്ച് കുറഞ്ഞ വായുമലിനീകരണം, കുറഞ്ഞ ചിലവ്, മികച്ച പെർഫോമൻസ്, സുരക്ഷിതമായ പ്രവർത്തനം, മെച്ചപ്പെട്ട ഊർജ്ജ കാര്യക്ഷമത എന്നിങ്ങനെ നിരവധി പ്രയോജനങ്ങൾ ഗ്രീൻ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് ഉണ്ട്. ഇത് ഭാവിയിലെ ബഹിരാകാശ വിക്ഷേപണങ്ങളിൽ ഗുണം ചെയ്യും. ഇനി നമുക്ക് DRDOയുടെ വരാനിരിക്കുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. DRDOയുടെ സഹകരണത്തോടെ തദ്ദേശീയമായ യുദ്ധവിമാന നിർമ്മിതിയിൽ മുന്നേറാനാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടുത്ത പ്ലാൻ. ഇന്ത്യയുടെ 4.5 തലമുറ LCA Mark II യുദ്ധവിമാനങ്ങൾ 2025 മാർച്ചോടെ പറന്നു തുടങ്ങും. ഇവയുടെ വൻതോതിലുള്ള നിർമ്മാണം 2029 ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ 5ാം തലമുറയിലുള്ള ഇടത്തരം യുദ്ധവിമാനങ്ങൾ 2035 ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുമെന്നാണ് വിവരം. പിനാക്കയ്ക്ക് ആവശ്യക്കാരേറുന്നതിനാൽ തന്നെ 2025 പകുതിയോടെ 120 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഗൈഡഡ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം നിർമ്മിക്കാനും DRDO പദ്ധതിയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.